ഹായ് ഓൾ അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നില്ല? എല്ലാവരും സേഫ് അല്ലേ? മഴയൊക്കെ എങ്ങനെയുണ്ട്? മാറിയോ? അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു അടിപൊളി രുചിയുള്ള മീൻകറിയുടെ റെസിപ്പിയുമായിട്ടാണ്. ഈ ഒരു കറി മതി ഒരു പറ ചോറുണ്ണാൻ, പലഹാരങ്ങൾക്ക് ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. എന്തൊക്കെ സാധനങ്ങളാണ് ആവശ്യമെന്ന് നോക്കാം. മീൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എടുക്കാം കേട്ടോ. അത് ചെറിയ മീനാണെങ്കിലും വലിയ മീനാണെങ്കിലും ഒരു കുഴപ്പവുമില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള മീൻ അതിന് എടുക്കാവുന്നതാണ്. തേങ്ങ അരമുറി ആവശ്യത്തിന്, ഞാനിവിടെ അരമുറിയാണ് എടുത്തേക്കുന്നത്. ചെറിയ ഉള്ളി 6-7 നിങ്ങൾക്ക് നിങ്ങളുടെ പരുവത്തിന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിക്ക് എടുക്കാം. അതിലേക്ക് മുളക് പൊടി വേണം. മുളക് പൊടി 1 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ വേണം. പിന്നെ ഉലുവയുടെ പൊടിയാണ് ഞാനിവിടെ ചേർക്കുന്നത്, അത് വേണം. അതുപോലെ മാങ്ങ വേണം. പിന്നെ മുരിങ്ങയ്ക്ക ആണ് മെയിൻ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് ആയിട്ട് വരുന്നത്. മുരിങ്ങയ്ക്ക, പിന്നെ ഉപ്പ്. മാങ്ങയ്ക്ക് പകരം നിങ്ങൾക്ക് തക്കാളി ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. മീനിവിടെ ഞാൻ എടുത്തേക്കുന്ന മീൻ നത്തോലി അല്ലെങ്കിൽ കൊഴുവ എന്ന് പറയുന്നത്. നമുക്ക് അരപ്പ് തയ്യാറാക്കാം. അതിന് ഞാനിവിടെ അരമുറി തേങ്ങയാണ് എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള അളവിൽ നിങ്ങൾ എത്ര അളവിലാണ് നിങ്ങളുടെ വീട്ടിൽ എത്ര സാധാരണ നിങ്ങൾ അരക്കാൻ വേണ്ടി എടുക്കുന്ന അരപ്പില്ല, ആ അളവിൽ തേങ്ങ നിങ്ങൾ എടുക്കുക. അതിലേക്ക് ഞാനിവിടെ ചെറിയുള്ളിയാണ് ചേർത്തേക്കുന്നത്. ചെറിയുള്ളി ചേർക്കുന്നത് നല്ല ടേസ്റ്റാണ് കേട്ടോ മീൻ കറിക്ക്. ഒരു 6-8 ഉണ്ട് ചെറിയുള്ളി ചേർത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി, ഞാനിവിടെ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്തേക്കുന്നത്. കാശ്മീരി മുളക് പൊടിക്ക് എരിവില്ല, അതുപോലെ കളറും നല്ലതുപോലെ കിട്ടുന്നതാണ്. മറ്റേതാണെങ്കിൽ 1 ടീസ്പൂൺ ചേർത്താൽ മതി. അതിലേക്ക് ഞാൻ മഞ്ഞൾപ്പൊടിയാണ് ചേർത്തേക്കുന്നത്. മഞ്ഞൾപ്പൊടി ചേർത്ത് നല്ലതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. അരപ്പ് നല്ലതുപോലെ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് അരക്കാവുന്ന കേട്ടോ, അതിന് വേറൊരു ടേസ്റ്റ് വരും. ആ അരപ്പ് ഞാൻ ചട്ടിയിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. തേങ്ങ ഇപ്പം അരച്ച സമയത്ത് ഉലുവയുടെ പൊടിയിട്ട് അരക്കാൻ ആഗ്രഹമുള്ളവർക്ക് അങ്ങനെ ചെയ്യാം. നിങ്ങൾ എങ്ങനെയാണ് ഉലുവയുടെ പൊടി എങ്ങനെ ചേർക്കുന്നത് അതനുസരിച്ച് ഉലുവയുടെ പൊടി വേണമെങ്കിൽ ആ അരപ്പിൻ്റെ കൂടെ ചേർത്ത് അരക്കാവുന്നതാണ്. അതുപോലെ മാങ്ങ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് മാങ്ങയ്ക്ക് പകരം തക്കാളി ചേർക്കാവുന്നത് കേട്ടോ. അതിലേക്ക് തന്നെ മുരിങ്ങയ്ക്ക ഇട്ട് കൊടുക്കുന്നുണ്ട് ആവശ്യത്തിന്. ഇവിടെ കുഞ്ഞുങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമാണ് മുരിങ്ങയ്ക്കയൊക്കെ, അതുകൊണ്ട് ഞാൻ മുരിങ്ങയ്ക്ക ഒരിച്ചിരി കൂടുതൽ ചേർത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ എടുത്ത് വെച്ചിരിക്കുന്ന മീൻ നത്തോലിയാണ്. അതിപ്പോൾ ചേർക്കില്ല, തിളച്ച് വരുമ്പോഴത്തേക്ക് ചേർക്കത്തില്ല, അല്ലെങ്കിൽ പൊടിഞ്ഞു പോകും. കുഞ്ഞുങ്ങൾ കഴിക്കാൻ നേരത്ത് മുള്ളായിരിക്കും, നത്തോലിയുടെ പൊടി മുള്ളൊക്കെ ആ കറിക്കകത്ത് അത്ര ഇതായിട്ട് കിടക്കും. അതുകൊണ്ടാണ് ഞാനിപ്പം മീൻ ചേർക്കാത്തത്. അതിനുശേഷം ഞാൻ മിക്സിയുടെ ജാറിൽ അരച്ച് വെച്ച ജാറിൽ തന്നെ വെള്ളം കലക്കി ഒഴിക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർക്കുന്നുണ്ട്. ഉപ്പ് നിങ്ങൾക്ക് എത്ര അളവിൽ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചുള്ള ഉപ്പ് നമുക്ക് ചേർക്കാവുന്നതാണ്. അതിനുശേഷം കറിവേപ്പില ഇട്ട് കൊടുത്ത ശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക. ഉപ്പ് എല്ലായിടവും പിടിക്കണ്ടേ, അതിനു വേണ്ടി എല്ലായിടവും ഒന്ന് നല്ലതുപോലെ ഇളക്കിയ ശേഷം നമ്മൾ കറി അടച്ച് വെച്ച് വേണം വേവിക്കേണ്ടത്. അടച്ച് വെച്ച് വേവിക്കുമ്പോഴത്തേക്കും നല്ലതുപോലെ വെന്ത് കിട്ടും. കാരണം മുരിങ്ങയ്ക്കയൊക്കെ വെന്ത് കിട്ടണം. മാങ്ങായും തക്കാളിയും എല്ലാം മുരിങ്ങയ്ക്ക ഉള്ളുമ്പോൾ ഒരു ഇച്ചിരി നേരം വെന്ത് കിട്ടണം. ഞാൻ അതിന് മുന്നേ പച്ചമുളക് ഇടാൻ മറന്നു കേട്ടോ, അതുകൊണ്ട് ഞാൻ ഇപ്പോഴാണ് ചേർത്തത്. നിങ്ങൾക്ക് ഞാൻ മാങ്ങായും മുരിങ്ങയ്ക്കായും ചേർത്ത സമയത്ത് പച്ചമുളക് ഇടാം. വേണമെങ്കിൽ ഒരു തക്കാളിയും അരിഞ്ഞിടാം, അപ്പോഴും ഒരു ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാകും. തക്കാളി ഇടുന്നതും ടേസ്റ്റാണ്. നിങ്ങൾക്ക് മാങ്ങ തക്കാളി ഏതാണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഓപ്ഷൻ ഏതാണെന്ന് വെച്ചാൽ ചേർക്കാവുന്നതാണ്. വടക്കം പുളിയോ പിഴുപുളിയോ ഒന്നും ചേർക്കാറില്ല ഈ കറിക്ക്. ഞാനിതുവരെ ചേർത്തിട്ടില്ല. ഇങ്ങനെ കഴിക്കുന്നതാണ് ഈ കറിക്ക് ടേസ്റ്റ് കൂടുതൽ. നല്ലതുപോലെ തിളച്ച് വരട്ടെ. കറിയൊക്കെ നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോഴത്തേക്ക് ഞാൻ മീൻ ചേർക്കുകയാണ്. ആവശ്യത്തിന് മീൻ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഉപ്പ് നിങ്ങൾക്ക് ഈ സമയത്ത് വേണമെങ്കിൽ ചേർക്കാം കേട്ടോ. ഉപ്പ് നോക്കി രുചി നോക്കിയിട്ട് ചേർക്കാം. ഒരുപാടിട്ട് ഇളക്കി ഇതാകണ്ട. ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തതേ ഉള്ളൂ. ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 5 മിനിറ്റ് അടച്ച് വെച്ച് നല്ലതുപോലെ എണ്ണ തെളിയുന്നവരെ വേവിച്ചെടുക്കുക. മീനിട്ട ശേഷം നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കുക. അതിലേക്ക് ഞാനിവിടെ ഉലുവാപ്പൊടിയാണ് ചേർക്കുന്നത്. നിങ്ങൾക്ക് ഉലുവ താളിച്ചാണ് ചേർക്കാൻ താല്പര്യമെങ്കിൽ അതിന് വേണ്ടി താളിച്ച് ചേർത്താൽ മതി. ഞാനിവിടെ ഉലുവാപ്പൊടി ചേർത്തിട്ടുണ്ട്. മിക്സിയിൽ അരപ്പ് ചേർക്കുന്ന സമയത്താണെങ്കിലും ഉലുവാപ്പൊടി ചേർക്കാവുന്നതാണ്, അല്ലെങ്കിൽ താളിച്ച് ചേർക്കാം. താളിച്ച് ചേർക്കുന്നതിന് ചെറിയുള്ളി ചെറിയ കഷ്ണങ്ങളായി അരിഞ്ഞത്, കറിവേപ്പില, ഉലുവയും കൂടി ഇട്ട് വെളിച്ചെണ്ണയിലോ സൺഫ്ലവർ ഓയിലിലോ താളിച്ച് ചേർക്കാവുന്നതാണ് ഈ സമയത്ത്. അപ്പോൾ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. നല്ലൊരു മണമെല്ലാം വരുന്നുണ്ട്. തീയങ്ങ്
ഓഫാക്കുക. നല്ലതുപോലെ എണ്ണ തെളിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എൻ്റെ നാട്ടിൽ ഇങ്ങനെ കറി വെക്കാറില്ല, പക്ഷേ ഞാൻ ഇവിടെ വന്നപ്പോഴത്തേക്കും ഉണ്ടാക്കി നോക്കിയതാണ്. ഇവിടെ ഉള്ളവർ ചെയ്യും, കൊല്ലം. പക്ഷെ നല്ല ടേസ്റ്റാണ് കേട്ടോ, ഒന്നും പറയാതിരിക്കാൻ വയ്യ. നല്ല അടിപൊളി ടേസ്റ്റുള്ള റെസിപ്പിയാണ്. എല്ലാവരും ഈ ഫിഷ് കറി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അഭിപ്രായങ്ങൾ പറയുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ടാറ്റാ ബൈ, സീ യു.